എടാ പുറത്താക്കാൻ ആൾക്കാർ നിന്നെ പുറത്താക്കാൻ പറഞ്ഞു, മാനേജ്മെന്റ് പുറത്താക്കാൻ. എനിക്ക് എന്നോട് പറഞ്ഞില്ല, നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു. എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നുന്നില്ല, എനിക്ക് വിഷമം വന്നത് കാണുമ്പോൾ. നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു. ആരുമില്ലല്ലോ, ഫുഡ് പോലും കിട്ടില്ല, ഇങ്ങള് മാത്രമേ ഉള്ളൂ. നീ കരച്ചിൽ നിർത്തും. നീ എക്സ്പ്ലെയിൻ എന്താന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആൾക്കാർ പറയുന്നത്. എക്സ്പ്ലനേഷൻ കൊടുക്കുക, ആൾക്കാർക്ക് വേണ്ട എക്സ്പ്ലനേഷൻ കൊടുക്കുക. കുറെ കരച്ചിൽ ഇതും ആക്കല്ല. ഇത് നീ ആക്ട് ചെയ്യുന്നതാണോ നമുക്ക് സംശയമുണ്ട്. മൂക്കലല്ലോ ഒലിക്കുന്ന തുടക്ക് കൊടുക്ക, തുടക്കാൻ നിങ്ങൾ കൊടുക്ക. എന്താന്ന് വെച്ചാ വേഗം സംസാരിക്കും. മോനെ നിന്നെ പുറത്താക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. എല്ലാരും നിന്നെ പുറത്താക്കാനാ പറയുന്നത്. എല്ലാരും നിന്നെ പുറത്താക്കാനാ പറയുന്നത്. ഒരാള് പോലും നിന്നെ പുറത്താക്കണ്ടെന്ന് പറയുന്നില്ല. ഒരാള് പോലും പറയുന്നില്ല. എല്ലാരും കിക്ക് എന്ന് പറയുന്നത്. എല്ലാരും കളിയാക്കി ചിരിക്കാൻ നിന്നെ നോക്ക്. ഒരാൾക്ക് പോലും നിന്റെ ഇത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, നിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാ. എന്താ നിനക്ക് പറയാനുള്ളത് പറ. നീ എന്തിനങ്ങനെ ചെയ്തു, അങ്ങനെ എന്തിനാണ് പോയി പറഞ്ഞു. ഞാനൊന്നും ചെയ്യൂല, ലൈവിലൊന്നും ചെയ്യൂല. ലൈവില് നീ അല്ലെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട. നീ ലൈവിലില്ല മമ്മു. ഒന്നാമത്തെ കാര്യം അത് എനിക്ക് മനസ്സിലായി. അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു. പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ടേ. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞ സൂക്ഷിക്കാൻ. ഒന്നും ചെയ്യൂല, അതിനെ പുറത്താക്കല്ല. ഇത്രയും ഇടതില്ല നിങ്ങൾ മാത്രല്ലല്ലോ. 1 year സസ്പെൻഷൻ എന്ന് പറയുന്നുണ്ടോ? ഇല്ലടാ അങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ നാളെ പിന്നെയും പോയിട്ട് എന്തെങ്കിലും ചെയ്യും. ബാക്കിയല്ലടാ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരുത്തം വന്നിട്ട് എല്ലാവർക്കും മോശം പേര് മേടിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാടാ, ഭയങ്കര സീനാണ്. അങ്ങനെ 10 കാര്യമില്ല. എല്ലാരും കിക്ക് എന്നാ പറയുന്നത്. സ്റ്റിൽ നീ കരയുന്ന കേട്ടോ ആൾക്കാർ കിക്ക് എന്നാ പറയുന്നത്, നിന്നെ പുറത്താക്കുന്ന പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഇവിടെ ചാറ്റ് പറയുന്നതിന്റെ അപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അമ്മോ. ഞാൻ പറയട്ടെ, ഒരു നല്ല ബോർഡിങ്ങിൽ ഞാൻ ആക്കി തരാം. ഞാൻ ചിലവെല്ലാം ഞാൻ നോക്കിക്കോളാം. ബോർഡിങ്ങിൽ പോയിട്ട് കുറച്ചാലും നിൽക്ക്, കുറച്ച് ഒന്ന് മൈൻഡിൽ ഇതാകട്ടെ, മൈൻഡ് മാറട്ടെ. നിന്റെ ഈ മൈൻഡ് വെച്ചിട്ട് സീനാടാ. ഇവിടെ നിൽക്കാൻ പറ്റില്ലടാ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഒന്നും പറയില്ല, പെണ്ണുങ്ങളെ ഒന്നും പറയില്ല. സിംഗിളെല്ലാം നീ പറ. നീ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ടീമിൽ ഞാൻ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കട്ടെ. ഇവനെ പുറത്താക്കണം എന്ന് പറയുന്നവര് ഒന്ന് കൈവോക്കിയ. പുറത്താക്കണം എന്ന് പറയുന്നവര് നിന്റെ ഒപ്പീനിയൻ പറഞ്ഞ റാംബോന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു. റാംബോന്റെ എന്താ അഭിപ്രായം? നമ്മളെല്ലാരും ഒരു ടീമിലുള്ളതല്ലേ, എല്ലാവരും അഭിപ്രായങ്ങൾ തുറന്നു പറ. ഒരാൾക്ക് എന്താ തുറന്നു പറ. ആ പിന്നെ ഇവിടെ ഒരു തീരുമാനമാക്കണ്ടേ. ആ ബുദ്ധിയ പോലെ അല്ലാണ്ട് ബോണ്ട വായിലിട്ട് ബുദ്ധിയ പോലെ അഭിപ്രായം പറ. നിന്റെ എന്താ അഭിപ്രായം പറ. നിനക്ക് എന്താ തോന്നുന്നത്? ഒന്നാമത്തെ കാര്യം നമ്മളോട് പറഞ്ഞു, എടാ ഇതെല്ലാവർക്കും റെസ്പോൺസിബിൾ, എല്ലാവർക്കും ഒരുപോലെയാണ്. ഇതെല്ലാവർക്കും ഒരുപോലെയാണ് ബാധിക്കുന്നത്. ഗ്യാങ്ങിനെ എല്ലാവർക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾക്ക് വേണ്ടി മാത്രം ഇതാകുന്നല്ല. ആ പിന്നെ നിങ്ങളെല്ലാരും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ഇത് ആൾക്കാർ എന്താ ഇതാക്കുക? നിങ്ങളെല്ലാരും അങ്ങനത്തെ ആൾക്കാരെന്നാ പറയാ.
ഒരു തെറ്റോ ചെയ്ത എടാ ഇവൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല. ഇവൻ പറഞ്ഞ കാര്യം എന്താ അറിയോ, ഇവിടെ ഒരു തെറ്റോ ചെയ്തതിന് നമ്മൾ കൂട്ട് നിൽക്കല്ല വേണ്ടത്. നമ്മള് ടീമാണ്, ശരിയാണ്, ഗാങ്ങാണ്, ഫാമിലി പോലെ കഴിയുന്നത്. പക്ഷെ ഒരു തെറ്റ് ഒരാളെ കൊന്നിട്ട് ഞാൻ പറയുന്നത് കൂടെ നിൽക്കണോ? ഇല്ല, അങ്ങനെ നിൽക്കരുത്. അങ്ങനെയല്ല ഇതങ്ങനല്ല. കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റല്ല, കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റല്ല, കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റുകളുണ്ട്. ഒരു മിനിറ്റ്, കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റുകളുണ്ട്. ഒരാളെ കൊന്നിട്ട് വന്നാൽ കൂടെ നിൽക്കാൻ പറ്റുമോ? ഒരാളെ കൊന്നിട്ട് വന്നാൽ കൂടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. ഇല്ല, എല്ലാം അങ്ങനെ പറ്റുന്ന ഇതല്ല. പിന്നെ നീ എന്ത് വിചാരിച്ചിട്ട് ഇത് പറഞ്ഞത്? നിക്ക് എല്ലാരും കൂടെ അടുത്ത്. പിന്നെ എന്ത് വിചാരിച്ചിട്ടാ പറഞ്ഞത്? ഞാൻ ഇത് കേട്ടത് നിക്ക് നിക്ക്. പണ്ടേ വിചാരിച്ചുള്ളൂ ഇതൊന്നും എതിരെ വരുമെന്ന് വിചാരിച്ചില്ല. മൂക്കുന്നല്ല അതല്ലോ വരുന്ന. ഒന്നാമത്തത് ഇല്ലാത്തതാണ്. ഇപ്പോഴാണ് ഇവരടക്കം അറിയുന്നത് ഇതൊക്കെ സംഭവം ഇല്ലാത്തതാണ് എന്നുള്ളത്. ഇല്ലാത്താന്ന് പറഞ്ഞാലോ ഒരാളെ പോയി പറഞ്ഞോ? ഓൻ പറഞ്ഞ തമാശക്ക് ആയിക്കോട്ടെ, സീരിയസ് ആയിക്കോട്ടെ, നടന്നതായിക്കോട്ടെ, നടക്കാത്തതായിക്കോട്ടെ, ഓൻ പോയി പറഞ്ഞോ? അത് ആൾക്കാർ കേട്ടോ? ഗ്യാങ്ങിന് എല്ലാരെയും ബാധിച്ചോ? അത്രേ ഉള്ളൂ. ഇല്ലടാ, പുറത്താക്കാൻ ഞാൻ പറയില്ല. പക്ഷെ നീ ചെയ്തത് വലിയ തെറ്റാ. പുറത്താക്കണം വേണ്ടെന്നുള്ളത് ഞാനല്ല പറയേണ്ടത്, അത് ആൾക്കാർ പറയണ്ട. പുറത്താക്കണം വേണ്ടത് ഞാൻ പറയൂല. പക്ഷെ നീ ഒരാളെ കൊന്നിട്ട് വന്നാലും നമുക്ക് എല്ലാവർക്കും ഒപ്പരം നിൽക്കാൻ പറ്റില്ല. സൊസൈറ്റിനെ നമ്മൾ നോക്കാം, അങ്ങനെ കൂടെ നിൽക്കാൻ പറ്റൂല. എല്ലാ കാര്യവും അങ്ങനെ കൂടെ നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ലോ. തമാശക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് കൂടെ നിൽക്കാം. നമ്മൾ തുണിയൂരി കളിക്കലുണ്ട്, അതിൽ തമാശയിൽ പെടുന്ന. ഇതങ്ങനെ തമാശയിൽ പോകുന്ന ഒരു കാര്യമല്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇവൻ ഒരാളെ കൊന്നിട്ട് വന്നാലും നമ്മൾ കൂടെ നിൽക്കേണ്ടി വരും. അതിങ്ങനെ ഇതാവും, പോസിബിൾ ആവും. നമ്മൾ 5 പേര് മാത്രമല്ലല്ലോ, നമ്മള് സൊസൈറ്റിനോട് പ്രതിബദ്ധതയുള്ള ആൾക്കാരല്ലടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സൊസൈറ്റിനോട് പ്രതിബദ്ധത ഉള്ള ആള് ആടെ ഇവ ഇത് പറയുമ്പോ നോക്കി നിൽക്കല്ലേ ചെയ്തത്? എന്റെ ഭാഗത്തുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പകുതി തെറ്റി എന്റെ ഇല്ല, പകുതി അല്ല, അതിന്റെ മുകളിൽ എന്റെ ഇല്ല. ഞാൻ കേട്ടിരുന്നില്ല. ആ 1.5 മണിക്കൂർ ഈ ബുദ്ധി ഇല്ലാത്ത ഐഡി ചെറുക്കനെ ആടുന്ന് പറയുന്നത് കേട്ടിരുന്നത്. 10 മിനിറ്റ് അത് ആടെ അപ്പൊ പറഞ്ഞിട്ട് ക്യാമറ അങ്ങനത്തെ ഒരു ചവിട്ടി വിടണായിരുന്നു. ആ ക്യാമറ നിങ്ങൾ ചവിട്ടി വിടണായിരുന്നു. 10 മിനിറ്റ് എന്റെ മൈൻഡ് വേറെ അടുത്തേക്ക് പോയി. ആ ടൈമിൽ ഇത് സംഭവിച്ചു. അങ്ങനെ നോക്കാനാണെങ്കിൽ അല്ല ഈ ഇന്റർവ്യൂ ചെയ്ത അവള് ഇവരുടെ മീഡിയ, വെറൈറ്റി മീഡിയ, ഇവർക്ക് എല്ലാവരും അത് തെറ്റ് വരുന്നുണ്ട്. കിക്കുന്ന ആൾക്കാർ എല്ലാരും കിക്കുന്ന പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം? ബാക്ക് ടു എഡ്യൂക്കേഷൻ. അതാ ഞാൻ പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ല ഞാൻ പറയുന്നത് കേൾക്കും. മമ്മു, എന്തായാലും നിനക്ക് വിദ്യാഭ്യാസം ഇല്ല, അതാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് ഒരു തുണി കൊടുത്ത കയ്യിൽ എന്റെ മേത്തല്ലാവും ഇത്. ഈ വൃത്തിയില്ലാത്ത ജീവി. നാറി, ഞാൻ പറയുന്നത് കേൾക്കണം അങ്ങോട്ട്. ഞാൻ പറയുന്നത് കേൾക്ക്. എന്തായാലും ഇവിടുന്ന് പോവുക. കുറച്ചു കാലം ഞാൻ പറയുന്നത് കേൾക്ക്. കുറച്ചു കാലം ബോർഡിങ്ങിലോ അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലത്ത് നിൽക്കുക. എന്തെങ്കിലും കൗൺസിലിംഗ് ഇതെല്ലാം അവർ പറയുന്നുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഇത് എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്, വിവരമില്ലാത്തതിന്റെ പ്രശ്നമാണ്. നിന്നോട് നമുക്ക് സ്കൂളിലൊന്നും പോകണ്ട, ബോർഡിങ്ങിൽ ഞാൻ കൊണ്ടാക്കി തരാം. ഞാൻ ചെലവെല്ലാം നോക്കിക്കോളാം. കുറച്ചു കാലം ഒറ്റക്കൊന്നല്ല, ആടെ ആൾക്കാരുണ്ടാവും. ആടെ കുറച്ചു കാലം പോയി നിന്നാ ഒന്ന് ഇതാവും, ഒന്ന് മെച്യൂർഡ് ആയിട്ട് നിനക്ക് തിരിച്ചു വരാം. ഇങ്ങനെ നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ പറയാ മോനെ ഇത് വെറുതെ ഇതാക്കാൻ കഴിയില്ലടാ. നീ ആലോചിച്ച് നോക്കിയാ മമ്മു, നീ ആലോചിച്ച് നോക്ക്. പണ്ടത്തെ പോലെ ആണോ ഇപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോ ചെറിയ ഇത്രയുള്ള മുട്ട പൈതല് 5 വയസ്സുള്ള ചെക്ക മുതല് 70 വയസ്സുള്ള ഉമ്മാമ്മമാർ വരെ നമ്മൾ അടുത്തേക്ക് വരുന്നുണ്ട് അല്ലെ? അങ്ങനെ ഒരു ആൾക്കാരുടെ മുന്നിൽ ആൾക്കാരെല്ലാം കാണുന്ന സ്ഥലത്ത് അവരെല്ലാരും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താടാ? ഇത് നീ എന്താണ് അവിടെ പോയി പറഞ്ഞത്? നശിപ്പിച്ചില്ലടാ നീ. ഇല്ലടാ എനക്ക് ഒരു ഇതൊന്നും അല്ലല്ല ഇത് അല്ല അശ്വിനേട്ടൻ പറഞ്ഞ ഇതിനല്ല പുറത്താക്കണം. ഓർക്ക് തീരുമാനിച്ചു പുറത്താക്കാൻ പറഞ്ഞു. പുറത്താക്കാൻ പറഞ്ഞു മീൻസ് എന്നോട് പറഞ്ഞു അൾട്ടിമേറ്റ്ലി എനിക്ക് തീരുമാനം എടുക്കാം. പക്ഷേ ഓഡിയൻസിന്റെ ഇത് നോക്കിയിട്ട് തീരുമാനം എടുക്കാം. എനക്ക് വിട്ടാന്നല്ല, ഓഡിയൻസിന് വിട്ടുകൊടുത്തു. അതായത് ഓഡിയൻസ് പുറത്താക്കാൻ പറഞ്ഞാൽ പുറത്താക്കണം, അല്ലെങ്കിൽ പുറത്താക്കണ്ട. അങ്ങനെ കൺസിഡർ ഹിസ് ഏജ്, ദ ഏജ് ഓഫ് 17 all the boys got curiosity.
ഈ റിയാക്ട് ചെയ്ത ആൾക്കാർ പോലും പലതും കാട്ടിക്കാണും ആ ഏജിൽ. ഹി അക്സെപ്റ്റ് ഹിസ് മിസ്റ്റേക്ക്, ഗിവ് ചാൻസ്. നീ എന്ത് മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയതാ? എനിക്ക് പറഞ്ഞതിലോ ചെയ്ത് എനിക്ക് ഇവന് ഇംഗ്ലീഷും അറിയില്ലല്ലോ ഇവനെ. പറഞ്ഞില്ലേ ആ പറഞ്ഞതില് നിങ്ങക്ക് ദുഃഖം ഉണ്ടോ, സങ്കടം ഉണ്ടോ, മാപ്പ് പറയുന്നുണ്ടോ ആൾക്കാരോട്? ഇഷ്ടല്ല പറഞ്ഞത്. പക്ഷെ ഇത്ര രണ്ട് നിലക്ക് ഇങ്ങനെ ശരിക്കും അങ്ങനെ സംഭവം ഇല്ലല്ലോ. ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞത്. പക്ഷെ ഇത് ഇത്രയും ഇങ്ങനെ ആവുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പറ, ബാക്കി ആൾക്കാരെ ഒപ്പീനിയൻ പറ. മെമ്പേഴ്സ് തൊട്ട് കുറെ ഇവിടെ പുട്ടുകുറ്റി ഒതുങ്ങിയ പോലെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കൊന്നും ഒരു അഭിപ്രായം ഇല്ലേ? ഇതെന്തോ ഇത് ഞാൻ ഇവനെ പുറത്താക്കുന്ന പോലെ എന്നുള്ളത്, ഇത് ഞാൻ തീരുമാനം എടുക്കുന്ന പോലെയുള്ളു. നിങ്ങൾക്കൊന്നും ഒപ്പീനിയൻ ഇല്ലേ? നിങ്ങൾ എന്താ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്? നീ എന്താ സപ്പോർട്ട് ചെയ്യുന്നു? മുനോ കൊറേ വാണിങ് ഞാൻ കൊടുത്തതാ ഇവന്, ഞാൻ കൊറേ വാണിങ് ഞാൻ കൊടുത്തതാ. കുത്തി കുത്തി ചോദിച്ചപ്പോ കണ്ടന്റ് ഇട്ടേ പഠിച്ച് ചോദിച്ചു എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, വെറൈറ്റി മീഡിയയിൽ തെറ്റുണ്ട്, എല്ലാവരും തെറ്റുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഓഡിയൻസ് പറയുന്ന പോലെ ചെയ്യാം. ഇല്ലടാ, അങ്ങനെ ഇത് വിട്ടുകൊടുക്കാൻ എന്തായാലും ഞാൻ പറയൂല. അവനെ ഇനി ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവരാതിരുന്നാൽ മതി. അതായത് ഇവന്റെ ഇതില്ലേ, അതായത് MRC പുറത്താക്കിയിട്ട് ഇവനോട് നിന്നോട്ടെ, പക്ഷെ നമ്മളെ കണ്ടന്റിലോ ക്യാമറയിലോ ഇവൻ വരണ്ട, അങ്ങനെയെന്ന് പറയുന്ന ഒരാള്. അങ്ങനെ ചെയ്യുന്നോ? കാരണം ഇവന് നമുക്ക് ഇവനോട് സ്നേഹം ഇല്ലാത്തോണ്ടല്ല, ഇതൊരു ഇഷ്യൂ വന്നാൽ നമ്മൾ അതിനനുസരിച്ച് വേണം നോക്കി ചെയ്യാണ്ട്. നമുക്ക് ഇത് ആർക്കും അഭിപ്രായങ്ങളില്ല, അതാ പ്രശ്നം. ഒരാളെ കൊന്നിട്ട് വന്നാൽ നമ്മൾ സ്വീകരിക്കുന്നത്. ഇത് നീ 10 പ്രാവശ്യം പറഞ്ഞു പോയാ, ഇത് ബാക്കിയുള്ള ആൾക്കാർക്ക് അഭിപ്രായമില്ല. ഈ 2 പുട്ട് വിഴുങ്ങികള് അതാ മഹേഷ് പി പറയുന്ന പാവമല്ലേ കിക്ക് ചെയ്യുമോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പാവല്ലേന്ന് പറയുന്നുണ്ട്, കിക്ക് ചെയ്യാനും നീ പറയുന്നുണ്ട്. അപ്പൊ ഏതാണ് നിന്റെ തൊപ്പി? നീഡ് ആക്ഷൻ, വി ഹാവ് ഓൾ സിസ്റ്റേഴ്സ്, ഷോ യുവർ മെച്യൂരിറ്റി. അതിൽ അത്രേ ഉള്ളൂ കാര്യം. ഇല്ല, നമുക്ക് എല്ലാവർക്കും മങ്ങന്മാരുള്ളതാ. ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. തീരുമാനം എടുത്തു കഴിഞ്ഞാ, തീരുമാനം ഓൾറെഡി എടുത്തതാ. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഓഡിയൻസിനോട് കൂടി ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചതാ. അപ്പം ഗൈസ്, ഒഫീഷ്യലി മമ്മൂനെ നല്ല ഒരു ദർസിൽ ചേർത്തു ആസ് പണിഷ്മെന്റ്. ദർസിൽ ചേർത്ത പണിഷ്മെന്റ് അത് നമുക്ക് ചെയ്യാം. അല്ല, ഇത് കഴിഞ്ഞിട്ട് ഇവനെ ഒരു കാര്യം പറയട്ടെ, ഇവനെ MRC പുറത്താക്കി വെച്ചിട്ട് ഞാൻ അങ്ങനെ വെറുതെ റോഡിൽ ഇറക്കി വിടാൻ കഴിയില്ല. കാരണം അടുത്ത ഇത് ഒപ്പിക്കും, മനസ്സിലാവും. എന്തായാലും ദർസിലോ അല്ലെങ്കിൽ ഒരു ബോർഡിംഗ് സ്കൂളിലോ ഞാൻ ഇവനാക്കും. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ പണിഷ്മെന്റിന്റെ കാര്യം, പണിഷ്മെന്റ് ആയിട്ട് ഇവന്റെ ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയാം, അല്ലല്ല, ഇവന് ഇത് ആർക്കറിയാം. ഇത് ആക്ടിങ് ആണെങ്കിൽ ഇവന്റെ ആക്ടിങ് ആണെങ്കിൽ നീ ആക്ടിങ് അല്ലാന്ന് തെളിയിക്കുക. അങ്ങനെ എനിക്ക് വിശ്വാസമാണോ? ഇല്ല, ശരി, ഞാനാ സോറി, മാപ്പ് ചോദിക്കെല്ലാവരും. ഒന്നും ഞാൻ മിണ്ടൂല. ഇവൻ വെറുതെ ഇതാക്കുന്നതാണെങ്കിൽ പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. നാളെ ഇവൻ ഇതിലും വലുത് ചെയ്ത് എന്ത് ചെയ്യും? നല്ല ഇവൻ ഒരിക്കലും മറക്കാത്ത പണിഷ്മെന്റിന് കൊടുക്കും. ഇവന്റെ ചാനൽ നമുക്കില്ലേ ഡിലീറ്റ് ചെയ്യാം. ഇവന്റെ യൂട്യൂബ് ചാനല് 100K കഴിഞ്ഞിട്ട് 100K കഴിഞ്ഞിട്ട് പ്ലേ ബട്ടണ് അപ്ലൈ ചെയ്ത ചാനലാണ്. ആ പ്ലേ ബട്ടന്റെ അപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാം, എന്നിട്ട് ചാനൽ ഡിലീറ്റ് ചെയ്യാം. എന്താ പറയുന്നത്? ഇവന്റെ കൺമുന്നിൽ തന്നെ ഡിലീറ്റ് ചെയ്യാം. അതാണ് ഇവനക്കുള്ള പണിഷ്മെന്റ്. എന്താമോ? എന്താ നിന്റെ അഭിപ്രായം? നിന്റെ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ പോയോ? വക്കീല് പറ. നിനക്ക് വക്കീൽ എന്താ പറയുന്നത് നോക്കട്ടെ. ആ വക്കീല് പറ. അവൻ തെറ്റ് ചെയ്ത് അവനത് അഡ്മിറ്റ് ചെയ്ത് അവൻ അറിയാൻ അവൻ പറഞ്ഞു പോയി, അവൻ ഉദ്ദേശിച്ചത് അവൻ ഫണ്ടിന് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ. മനസ്സിലായോ? അങ്ങനെ എടാ മോനെ, ഞാൻ കാര്യം പറയട്ടെ, ശരിയാണ്. സൊസൈറ്റിയിൽ അവൻ ചെയ്തത് തെറ്റാണ്. ഗേൾസിന് അവനെതിരെ അല്ലെങ്കിൽ ആ സ്ത്രീത്വത്തിനെതിരായിട്ട് അവൻ സംസാരിച്ചത് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട്. പക്ഷെ ഒരാളെ അവന്റെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചു പോയി, അവനത് അംഗീകരിച്ച് എന്റെ ഭാഗത്ത് ഞാൻ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കി. ഈ സിറ്റുവേഷനിൽ ഇവരെല്ലാവരും കൂടി പുറത്താക്കി, ഇവരെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിക്കാണ് ഈ സിറ്റുവേഷൻ വേഴ്സ് ആവുള്ളൂ. എങ്ങനെ ഏജ് കൺസിഡർ ചെയ്യും, അവന്റെ പ്രായം മനസ്സിലാക്കാം. അവൻ ഒറ്റക്കായിട്ട് അവൻ പല ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പല സിറ്റുവേഷനിലോട്ട് പോകും. ബാക്കിയുള്ളവർക്ക് അറിയില്ല.
എടാ മീൻസ് ഇവൻ എന്ത് സ്റ്റേജിൽ പോയാലും ഇവനൊരു ബോർഡിംഗ് സ്കൂളിലോ അല്ലെ അങ്ങനെയുള്ള സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടാക്കി കഴിഞ്ഞാൽ ഇവൻ സൂയിസൈഡ് ഒന്നും ചെയ്യൂല. പിന്നെന്താ പേടിക്കാനുള്ളത്? ബോർഡിംഗ് സ്കൂൾ ഒരു ഓപ്ഷനാണ്. നിന്റെ അത്രയും കെയർ ചെയ്യുന്ന പോലത്തെ ബോർഡിംഗ് സ്കൂൾ നമുക്ക് എന്ത് ഗ്യാരണ്ടി ഉള്ളത്? ബോർഡിംഗ് സ്കൂളിൽ പോകുമ്പോൾ അവിടുത്തെ ബാക്കിയുള്ള കൂട്ടുകാരെല്ലാം കൂടെ അവനെ ഒറ്റപ്പെടുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു അവൻ ചെയ്ത മിസ്റ്റേക്ക് ആണ്, അഡ്മിറ്റ് തെറ്റാണ്, നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, സൊസൈറ്റിക്ക് മനസ്സിലായി. ഈ ഒരു ചാൻസ് കൊടുക്കുമാറാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഞാൻ അതിനെതിരാണ്. ഞാൻ എന്റെ ഇതിനെ ഓപ്പണായിട്ട് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലാണ് വരാത്തത്. ഹോസ്പിറ്റലാ? എന്ത് കസിൻ ആക്സിഡന്റ് ആയി. ഇല്ല കസിൻ ആക്സിഡന്റ് ആയി. ഇതെന്താ നീ വിളിക്കാണ്ടത്? ഇല്ല ഞാൻ കുറച്ച് തിരക്കായി കൂടാ. എവിടെയാ? ഏത് ഹോസ്പിറ്റലാ? ഇവിടെ മെഡിക്കൽ ട്രസ്റ്റില്. വരണോ? ആരെ കസിനോ? ആരാ അത്? എനക്കറിയുന്ന എന്റെ കസിൻ ഉണ്ട്. അവന്റെ പനമ്പള്ളിന് ആക്സിഡന്റ് ആയി. അപ്പൊ അവന് ജസ്റ്റ് ഒന്ന് കുഴപ്പമൊന്നുമില്ല, സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവനിപ്പോ ആണോ? ഞാൻ ഇത് തന്നെ അങ്ങോട്ട് വരാം. ശരി, ഞാൻ പറയുന്നത് മനസ്സിലാക്കി ഒന്ന് പോയിന്റ് മനസ്സിലാക്കും. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുമല്ലോ. അതന്നെടാ ഞാനും പറയുന്നത്, ഒരു ചാൻസ് കൊടുക്കാൻ തന്നെ ഞാനും പറയുന്നത്. ഇല്ലടാ ഇത് നമുക്ക് എന്റെ സാഹിബ് അല്ല വക്കീല, ഇതൊന്നും ഞാൻ എന്റെ ചെയ്തിട്ട് വരാം. അല്ല ഇത് എനിക്ക് തീരുമാനമാക്കണോടാ, ഓർഗിന്റെ തീരുമാനം. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിനക്ക് അറിയാലോ. അതെ അല്ല ഞാൻ പറയട്ടെ ഇവന്റെ ചാനൽ എന്തായാലും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അത് അല്ല അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അല്ല അത് നമ്മളെടാ അത് അങ്ങനെ നമ്മള് കഷ്ടപ്പെട്ട നമ്മളെ അല്ലടാ ഞാൻ പറയുന്നത് കേക്ക്. ഇവന് അടുത്ത ഇവന് ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ദിവസം ഇവൻ ചിന്തിക്കുന്നു, അന്ന് ഞാൻ ഇത് ചെയ്തിട്ട് എനക്ക് എന്ത് സംഭവിച്ചെന്ന് അവൻ ചിന്തിക്കുമ്പോ എന്തെങ്കിലും അവന് അത്രയും വിഷമമുള്ള എന്തെങ്കിലും വേണം. അല്ലെങ്കിൽ ഇവരിത് റിപ്പീറ്റ് ചെയ്യും. ഇതെനക്ക് അറിയുന്നതാ മോനെ. ഞാൻ ഈ പ്രായം കഴിഞ്ഞിട്ട് വന്നാ മോനെ ഞാൻ പറയുന്നത് അതായത് ഇതെടുത്തങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വീഡിയോസ് ഉണ്ട്? 1 2 3 4 5 അല്ല എന്തായാലും ഇവന് ഇതൊന്നും വലിയ സീനായിരിക്കൂല. കാരണം എന്തായാലും ഇവൻ ലൈവ് ചെയ്യുന്നില്ല. ഇവനോടത്ത് ഒന്നും അടിച്ചു ഉറങ്ങിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. വീട്ടിലേക്ക് ആക്കിയിട്ട് കാര്യമില്ല. വീട്ടിലേക്ക് ആക്കി അറാൻ പറഞ്ഞു. പേര് മാറ്റാം. അടുത്ത ആരാ ഇവിടെ ലൈവ് ചെയ്യാൻ ഇതുള്ള ആഗ്രഹമുള്ള ആളാരാ? ലൈവ് ചെയ്യാൻ ആഗ്രഹമുള്ള ആള് പറ. ചാറ്റ് പറ. അല്ലല്ല പേര് മാറ്റാ. എനിക്ക് ചാനൽ വേണ്ട. അല്ലല്ല അങ്ങനല്ല. സ്ക്രിപ്റ്റ് ഒന്നല്ല. ഞാൻ സീരിയസ്ലി എന്റെ ഉമ്മ സത്യം ഞാൻ സീരിയസ്ലി പറയുന്നത്. ഇവന് ചാനലിന് വേണ്ട. അല്ലല്ല പറ. അല്ല ഞാനായിട്ട് എടാ ഇത് ഓൾറെഡി 50K 60K ഉള്ളപ്പോ ഞാനായിട്ട് കൊടുത്തതല്ല. എന്റെ സെക്കൻഡ് ചാനൽ ഞാൻ ഇവന് കൊടുത്തതാണ്. ഓക്കെ, അതിന് ഞാൻ തന്നെ ഇവന്റെ അടുത്ത് തിരിച്ചെടുക്കുന്നു, അടുത്താക്ക് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ആർക്കാ കൊടുക്കുക? എടാ ഞാൻ പറയാം. വെയിറ്റ് ആക്ക, ആടിരിക്കും. എല്ലാരും ഒന്ന് വായു വിട്ട് ഞാൻ പറയാം. ചാറ്റ് ഒരാളെ പേര് പറ. ഈ ഗ്യാങ്ങില് ലൈവ് ചെയ്യാൻ അർഹതയുള്ള എടാ മോനെ ഇത് അത്രയും ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സംഭവം. ഈ ലൈവ് ചെയ്യണം, സ്ട്രീമർ ആണെന്നല്ല. ഞാൻ ഓരോ തവണ പുറത്ത് പോകുമ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുന്നത് എങ്ങനെ ഒരു സ്ട്രീമർ ഒരു സ്ട്രീമർ ആണെന്ന് പറയുന്നത്. അങ്ങനെ അത്രയും ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എനിക്ക് വെറുതെ വിട്ട്. ഞാൻ എനിക്ക് വെറുതെ എന്റെ സെക്കൻഡ് ചാനൽ തന്നു. ഇത് നീ ഒരു ലൈവ് പോലും ഇടാണ്ട് ഇവിടെ കണ്ട അപരാധവും പറഞ്ഞ് നടക്കുന്നു. അത്രയും ആഗ്രഹം ജാസിക്കും എനിക്കെല്ലാം അത്രയും ആഗ്രഹമുണ്ട് ലൈവ് ചെയ്യണം. ചാറ്റ് പറ. ആരാന്ന് ഇവിടെ മമ്മ അല്ലെങ്കിൽ ആരാന്ന് ലൈവ് ചെയ്യാൻ അത്രയും അർഹത ഉള്ള ഒരാളെ പറ. അങ്ങനെയാണെങ്കിൽ അയാളെ പേരിലേക്ക് ഞാൻ പേര് ഇപ്പൊ എന്റെ ഉമ്മ സത്യം ഞാൻ വെറുതെ നീ എന്ത് കാലം ഇട്ടില്ല കാര്യമില്ല. അങ്ങനെ തന്നെ ഞാൻ പേരിപ്പോ മാറ്റുന്നത്. ഇതെങ്കിലും ഞാൻ ചെയ്യണോടാ. അമ്മ ഞാൻ പറയുന്നത് നീ ഇരിക്കും. ഞാൻ പറയുന്നത് എന്താ നീ ഡിസ്ക്രിപ്ഷൻ ഇട്ടിന്? ഞാൻ മമ്മദ് എന്നാ. ഇതാണ് നിന്റെ ഡിസ്ക്രിപ്ഷൻ. യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനാണ് ഞാൻ മമ്മദ്. നിക്ക് അല്ല ഒരു മിനിറ്റ്. ഇത് മതി. ഇതാണ് കറക്റ്റ് അല്ല? കറക്റ്റ്. ഓക്കെ എന്തായാലും അതെല്ലാം വിട്. ഓക്കെ പറ. ആർക്ക് കൊടുക്കാം? ആദിൽ, ജാസി ഷമീർ, റാംബോ,
ജാസിക്കാണല്ല കൂടുതൽ. ജാസിക്കാണ് ഇവിടെ ഏറ്റവും സ്ട്രീമർ ആകാൻ ആഗ്രഹമുള്ള ജാസിക്കാണ്. അതിലും ഉണ്ട്. പക്ഷെ അതിൽ ഷമീറിനോ പോളിട്ടാലോ? പോളിടാം നമുക്ക്. ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇതൊന്ന് ഞാൻ തീർത്തോട്ടെ. ഇതൊന്ന് ഞാൻ എടാ ഓന്റെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതില് അല്ലല്ല ഈ ലൈവുകളില് എല്ലാ ലൈവിലും ഇവിടുത്തെ എല്ലാ മെമ്പേഴ്സും ഉണ്ട് അല്ലെ? ഞാൻ എല്ലാവരും ഉണ്ട്. അപ്പൊ നിങ്ങളെല്ലാവർക്കും ചെല്ലാ. ഓക്കെ, ഗ്യാങ്ങിന്റെ പേരിടാം. അതല്ല അല്ലത് ഗ്യാങ്ങിന്റെ പേരിലേക്ക് ആക്കാം. MRC ഗ്യാങ് അത് മതി. അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഒറ്റ കുത്തുകുത്തിയുണ്ടല്ലോ നോയി. എല്ലാവർക്കും ചീത്തപ്പേരുണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് പാ. ഗ്യാങ് മാറാ. എന്റെ കൈ ഇളക്ക. എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. കൈ ഇളക്ക. മാറ്. കൈ ഇളക്കണം. ചെയ്യൂല. ഒരുപാട് ഒരു പ്രാവശ്യത്തേക്ക് വിട്ടു. ഒരു ചാൻസ് കൊടുത്തോളെ. ഞാൻ ഒന്നും ചെയ്യൂല. നിന്റെ ഇൻസ്റ്റ ഡിലീറ്റ് ചെയ്യണല്ലേ? ഗ്യാങ്ങിന്റെ ഇൻസ്റ്റാ ലിങ്ക് ഇതില് ഇതാക്കണേ, ആഡ് ചെയ്യണേ കേട്ടോ. എന്താ മാറ്റാൻ പറ്റാത്ത? അതെ, ആ പേരിൽ ആരെടുത്തിട്ടുണ്ടാവും. ഒന്നും ചെയ്യൂല. മിണ്ടാണ്ട് മാറാ. വേണ്ട, ഇല്ല. ഒരു പ്രാവശ്യത്തേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. നീ കരഞ്ഞിട്ടും കാര്യമില്ല. അയ്യോ, വെരിഫിക്കേഷൻ ഒന്നടിച്ചേ. വെരിഫിക്കേഷൻ അടിച്ചേ. വേറെ ആരുടെയും ഫോണിൽ എന്റെ യൂട്യൂബ് ചാനലിൽ വെരിഫിക്കേഷൻ ഉണ്ടോ? ആ, ഇതിലുണ്ട്. ഓക്കെ, വേറെ പണിഷ്മെന്റ് നിക്ക്. ഇതൊന്ന് പബ്ലിഷ് ആയിക്കോട്ടെ. ആ, ചേഞ്ചസ് പബ്ലിഷ്ഡ്. എന്താ ഇവന്റെ ഫോട്ടോ ഒന്നും മാറാത്ത? ഇതെന്താ ഫോട്ടോ മാറാത്ത? ഇവന്റെ ഭാഗത്ത് മാത്രമല്ല അറിയില്ലേനും. അതുകൊണ്ടല്ലേ ചാനലിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇനി MRC ഗ്യാങ്ങിന്റെ ചാനലിന്റെ പേര്. ജാസിക്ക് കൂടുതൽ ആൾക്കാരും ജാസി എന്ന ഇതുണ്ട്. സ്ക്രിപ്റ്റോ ആടാ, സ്ക്രിപ്റ്റ് എല്ലാം സ്ക്രിപ്റ്റ് തന്നെ. ജാസിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ജാസി ലൈവ് ചെയ്യാം. ഷമീറിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഷമീർ ലൈവ് ചെയ്യാം. റാംബോക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ റാംബോ ലൈവ് ചെയ്യാം. ആർക്കാന്ന് വെച്ചാൽ ഇവിടെ ലൈവ് ചെയ്യാൻ ആഗ്രഹമുള്ള അവരെല്ലാം. മമ്മു ഒഴികെ ഈ ചാനലിൽ എല്ലാവരും ലൈവ് ചെയ്തോ. ഓക്കെ, മമ്മുവിന് ലൈവ് ചെയ്യണ്ട. മമ്മുവിന് ലൈവും ചെയ്യണ്ട. നിനക്ക് ഇവന്റെ ഇൻസ്റ്റാ അക്കൗണ്ടും കൂടി അങ്ങ് ഡിലീറ്റ് ആക്കിപ്പിച്ചാലോ? അല്ല, ഇൻസ്റ്റാ അക്കൗണ്ട് ഇവൻ തുടങ്ങിയാണല്ലോ. ഇവന്റെ സ്വന്തം അക്കൗണ്ട് അല്ലേ? ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ കൊടുത്ത ചാനൽ അക്കൗണ്ട് ഞാൻ തിരിച്ചെടുത്ത്. ബാക്കി നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. നീ ഇവിടുന്ന് പോയിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ അമ്മു. നീ വേറെ ഗ്യാങ്ങിൽ കയറിക്കോ. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. ഓക്കെ, ഡ്രാമ സീരിയല് ബാക്കി നാളെ 8 മണിക്ക്. എടാ മതിയടാ നാറി, മതിയടാ. നീ ആടിരിക്കേ. ഞാൻ പറഞ്ഞുതരാം. ഗിവ് ഹിം എഡ്യൂക്കേഷനിൽ ഞാൻ ഇവന് കൊടുക്കുന്നുണ്ട്. ഇവന് എഡ്യൂക്കേഷൻ അല്ല വേണ്ട. ഇവന് നല്ല പട കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ നന്നായിക്കോളും. മനസ്സിലായോ? ഇനി എന്താ പറ? പണിഷ്മെന്റ്. അങ്ങനെ വെറുതെ ഇവനെ വിടാൻ പറ്റൂലല്ലോ. പണിഷ്മെന്റ്. ഇവന്റെ ബാങ്ക് ബാലൻസ് മൊത്തം ചാരിറ്റിക്ക് കൊടുക്കട്ടെ. അതെങ്ങനെയുണ്ട്? അതൊരു പണിഷ്മെന്റ് അല്ലേ? എന്റെ വീട്ടിലെ കാര്യം ആരും അത് വിടാ. ഓക്കെ, പോളിടാം. എന്തായാലും നമുക്ക് പോളിടാം. ചാറ്റ്
ചാറ്റ് പറ. ഒരു ചാൻസ് കൊടുക്കാം. ഇല്ല ചാൻസ് കൊടുക്കുന്നതിന്റെ അല്ലടാ, അങ്ങനെയല്ല ഓർക്ക് പറഞ്ഞ കാര്യം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ അക്കൗണ്ട് ഇവരെന്തായാലും ഇല്ലാത്ത സംഭവമാണ്. ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കിക്ക് ഔട്ട് ചാറ്റ് പറ. ചാറ്റ് പോൾ ഇടണോ വേണ്ടയോ? അല്ലല്ല ചാറ്റ് പറയുന്നത് ചെയ്യാൻ പറ്റും. പോൾ ഇടണോ വേണ്ടയോ? യെസ് ഓർ നോ? നീ അല്ല ഇത് തീരുമാനിക്കുന്ന മോനെ. ഇല്ലടാ ഇങ്ങനെ ഒരു ഡോസ് കൊടുത്തില്ലെങ്കിൽ നന്നാവില്ല. ഇതിനകത്ത് ഒരു ഡോസ് കൊടുത്തില്ലെങ്കിൽ ഇത് നന്നാവില്ല. ഇന്റർവ്യൂല് ആ സമയത്ത് ഞാൻ പറയട്ടാ. എന്ത് സോറി പറയാ? നീ ഇത്ര സമയം എന്താക്കിയത്? എന്താ നീ പറഞ്ഞത്? നിനക്ക് നീ ഒരു ക്ഷമ പോലും ഇവിടെ പറഞ്ഞിട്ടില്ല. നീ ഇവിടെ പൊട്ടം മോങ്ങുന്ന പോലെ മോങ്ങയെന്ന് ഒരു ഇതുമില്ല. ഇതിനൊരു ഇതുമില്ല. നീ ഒരു മര്യാദക്ക് ഒരു ക്ഷമ പറഞ്ഞു എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കൊടുക്കാം. ഇങ്ങനത്തൊന്നും ചെയ്യൂല. ഞാൻ എന്നോട് ക്ഷമിക്കണം. എന്റെ ഭാഗത്ത് ഇതൊന്നിനൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയൊക്കെ പോളിടാന്ന് ചാറ്റ് എക്സ്പ്രഷൻ എന്നാ പറ, സംസാരിക്കും. ഞാൻ മാറാം, നീ സംസാരിക്കും. ഇരിക്കും. അല്ല നീ നിനക്ക് പറയാനുള്ള എന്താ വെച്ചാ പറ. പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറഞ്ഞ് അവരുടെ കാര്യം അവരെ പറഞ്ഞ് കൺവിൻസ് ആക്കി. ആൾക്കാരെ പറയുന്ന പോലെ ഇവിടെ നടക്കും, കാര്യങ്ങൾ നടക്കും. അത് പണ്ട് ഞാൻ ലൈവ് തുടങ്ങിയ മുതൽ ടൈമുള്ള അങ്ങനെ തന്നെ. ആളെന്ത് പറയുന്നോ അത് ഇവിടെ ഓഡിയൻസ് പറയുന്നതിനെ ഇവിടെ വിലയുള്ളൂ. ഓക്കെ, അപ്പം നീ തന്നെ അവരോട് ചോദിക്കും. അറിയില്ലേ ഇങ്ങനെയൊന്നും എന്റെ തലക്ക് വരൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സിനിമയെല്ലാം കാണുന്ന പോലെ ചെയ്തത്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരുമെന്ന്. ഇനി ഒന്നും ചെയ്യൂല. ഒരാളെ ഒരു പെണ്ണുങ്ങളും ആരും ഒരു ഫാമിലിയിൽ ഒന്നും ഞാൻ പറയൂല. എല്ലാരും ക്ഷമ ചോദിക്കും. ഏത് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അവനെ എമർജി കിക്ക് ആക്കുന്ന പറയുന്ന ഇതാ, ഇത് നമ്മളെയും കൂടി ബാധിക്കുന്ന മോനെ. എന്തായാലും നിന്നെ പുറത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നാ ഒരു കാര്യം ചെയ്യാം, 6 മാസത്തേക്ക് സസ്പെൻഷൻ കൊടുക്കാം. ഒരു കൊല്ലം കൊടുക്കണം എന്നാ ഞാൻ പറയുന്നു. 1 കൊല്ലം കൊടുക്കണം. എങ്ങനെ ഇവന് നമ്മൾ പറഞ്ഞു വരുന്നതും സസ്പെൻഷൻ കൊടുത്ത് 6 മാസം ഇവിടെ നിന്ന് മാറ്റി നിർത്തുന്നത് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അതന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ പുറത്താക്കിയെന്നാവൂലല്ലോ. പണിഷ്മെന്റ് സസ്പെൻഷൻ എന്നുള്ള ഇതിലായിക്കോളൂ. 6 മാസം കൊണ്ട് ഇവൻ നന്നാവുന്നുണ്ട് നന്നാവട്ടെ. ഇവന്റെ ഒറ്റയാളുടെ വരുമാനത്തിലെ ഇവന്റെ വീട്ടിൽ ഇവന്റെ ഉമ്മ അനിയന്റെ പഠിപ്പ് കാര്യങ്ങളെല്ലാം പൊക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ പ്രാന്താണോ? നാളെ ഇവനെ പുറത്താക്കിയിട്ട് എന്തേലും പറ്റിയാൽ നിങ്ങളുടെ തലയിൽ വരും. അപ്പോ ഒരു മിനിറ്റ് വായിക്കട്ട. അപ്പൊ ഈ തൈര് വർത്താനം പറഞ്ഞ ആരും ഉണ്ടാവില്ല. അവിടെ മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ പറഞ്ഞ ഇവന് വേണ്ട, ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഇവൻ ഇതെങ്കിലും കൊടുക്കണോടാ. ഒരു ഡോസ് കൊടുത്തില്ല ഇവൻ നന്നാവൂല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഡോസ് ഇവനെ കൊടുക്കണം. ഇല്ലടാ, ഞാൻ പോൾ എന്തായാലും ഇടാൻ പോയത്. ഓക്കെ, പോൾ ചാറ്റ് പോൾ ഇടാന്ന്. വോട്ട് ചെയ്തോ ചാറ്റ് വോട്ട് ചെയ്തോ. പോൾ ഇടാന്ന്. എന്നാ പോൾ ഇട്ടിട്ടുണ്ടേ. കിക്ക് ഇവനെ പുറത്താക്കണം എന്നുള്ളവർ കിക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പുറത്താക്കണ്ട എന്നുള്ളതെങ്കിൽ നോ കിക്ക് എന്നുള്ളതാ. 100% 100% ആൾക്കാരും കിക്ക് എന്ന് പറയും. ഒരാള് പോലും 1% പോലും നിന്നെ കിക്ക് ആക്കണ്ടെന്ന് പറയുന്നില്ല. 1% പോലും നിന്നെ നിർത്തിക്കണം എന്ന് പറയുന്നില്ല. എല്ലാരും പുറത്താക്കാനാ പറയുന്നത്. എല്ലാരും ഇറങ്ങിക്കോ. എടീക്ക് ബാഗ് വെക്ക്. 50 ഇവിടുന്ന് പോയ കാര്യമില്ല. ഓട്ടല്ല പറഞ്ഞത് പറ. നിങ്ങളുള്ളത് പറ. സോറി എല്ലാരോടും സോറി. അവിടെ എല്ലാരും വോട്ട് ചെയ്ത് തീരട്ടെ. വോട്ട് എല്ലാരും വോട്ട്. എന്താ ചെയ്യേണ്ടത്? ഇത് ഇത്രയും ആൾക്കാർ, ഇത് 47% ആൾക്കാർ നോക്കിട്ട്. ഞാൻ വിചാരിച്ചൊരു 10%, 5% ആൾക്കാർ
പുറത്താക്കണ്ടെന്ന് പറയുന്നോ? ഇത് 47% ആൾക്കാർ ഞാനൊന്നും ചെയ്യൂല, ഞാൻ ക്ഷമ ചോദിച്ചില്ലേ. ആ നീ കൊറേ അഭിനയിക്കല് നല്ല സന്തോഷമായിട്ടുണ്ടാവും ഉള്ളി. ഇത്രയും ആൾക്കാർ ഞാൻ വീട്ടിൽ പോയാലൊക്കെ ആരുള്ളത്? ആ വീട്ടിൽ പോയി ഒരു അരിയല്ലേ ഉള്ളത്. നീ എന്തിനാടാ പിന്നെ നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നടാ നാറി? അറിയില്ല, ഇങ്ങനത്തെ തെറ്റ് വരുന്ന അറിയില്ലല്ലോ. അതുകൊണ്ടല്ലേ എനിക്ക് അറിയില്ല ഇങ്ങനെ ചെയ്ത് അന്ന നേരം ഇങ്ങനെ വരും. അതുകൊണ്ടല്ലേ പറയണ്ടേ പറയത്തെ അറിയില്ലല്ലോ. പിന്നെ ഇന്റർവ്യൂക്കാർക്ക് മാറാ എനിക്ക് ഇവിടുന്ന് പോകാൻ ഇഷ്ടമല്ല. എനിക്ക് ഇവിടെ ഇഷ്ടമല്ല. ഇവിടെ ഇത്രയും ആൾക്കാരാ 48 വർഷം അതാ ഞാൻ ആലോചിക്കുന്നു. പിന്നെന്തിനാ എല്ലാവരും വന്ന് എല്ലാവരും കമന്റ്സിൽ ആഡ് ചെയ്ത് വന്നിട്ട് പുറത്താക്ക് എല്ലാവരും മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു. എനിക്ക് എത്ര കോള് വന്നറിയോ? എന്നെ ഇവിടെ ഉള്ള മെയിൻ ആയിട്ടുള്ള ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടെ ഉള്ള ഈ എറണാകുളം സിറ്റിയിൽ എനിക്ക് പരിചയമുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ വരെ എന്നെ വിളിച്ചിട്ട് എടാ നീ അവനെ പുറത്താക്കുന്നതായിരിക്കും നല്ലത്, നമ്മൾ തമ്മിലുള്ള ടേംസ് തെറ്റുവേ അങ്ങനെ സംസാരിക്കുന്നത്. എല്ലാവരും വിളിച്ചിട്ട് അതാ പറയുന്നത്. എല്ലാവരും മെയിൻ ആയിട്ടുള്ള എല്ലാവരും അനീഷേട്ടന് മരണനീഷ് മാത്രമേ വിളിക്കാം. സത്യം പറഞ്ഞാൽ മരണനീഷ് മാത്രമേ എന്നെ വിളിക്കാണ്ടുള്ളൂ. പുള്ളിയോട് അത്ര കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് പുള്ളി മാത്രമേ വിളിക്കാണ്ടുള്ളൂ. ബാക്കി എല്ലാവരും വിളിച്ചിട്ട് എന്താ പറയുന്നല്ലോ, ഇത്രയും നീ നല്ല ഇതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്, ഇവനെ പുറത്താക്കിയില്ലെങ്കിൽ മൊത്തം പൊളിയും, നമ്മൾ തമ്മിലുള്ള ടേംസ് തെറ്റുക, അങ്ങനത്തെ ലെവലാണ് എന്നോട് സംസാരിക്കുന്നത്. മനസ്സിലാവും? പിന്നെ ഓർഗിന്റെ ഭാഗത്തുനിന്ന് പ്രഷർ. എനക്ക് എന്റെ മുകളിലും ആൾക്കാരുണ്ടടാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ചാൻസ് കൊടുക്കണ്ടടാ. ഒരു ചാൻസ് കൊടുക്കടാ. ഒന്നും കളിക്കൂല, ഞാനങ്ങാണ്ട് ഒന്നും കളിക്കൂല. സോറി ചാൻസ് കൊടുക്കടാ. ചാൻസ് കൊടുക്കേ. എന്താ പറയുന്നത്, ഗിവ് ഹിം സെക്കൻഡ് ചാൻസ്. ചാൻസ് അല്ല ബ്രോ, അവൻ ഡിപ്രസ്ഡ് ആയി മാറും. ജിമ്മിൽ വിടുന്നത് അത് നല്ലൊരു ഓപ്ഷനാണ്. അല്ലടാ എന്തൊക്കെ ഒരു പണിഷ്മെന്റ് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലടാ. ഒരു പണിഷ്മെന്റും കൂടി എന്തെങ്കിലും ഒരു പണിഷ്മെന്റും കൂടി അല്ലെങ്കിൽ ഇവൻ നാളെ നാളെ ആൾക്കാർ നമ്മളെ പറയും നീ എന്താ പറയുന്നത്, നമ്മളിങ്ങനെ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാ. ഇങ്ങനെയുള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ട് നമ്മള് വെറുതെ വിട്ടു എന്നുള്ള പോലെ ആവുക. ഇവനും നാളെ ഒരു ധൈര്യമായിരിക്കും. ഇല്ല ഞാൻ ഒന്നും ചെയ്യൂല. വലിയ സമ്പാദ്യം വരുന്ന ആ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ചെയ്യുമല്ലോ, ആ ഒരു സാധനം അതുവരെ തിരിച്ചെടുത്ത അതിനെക്കാട്ടി എനിക്ക് തോന്നുന്നില്ല അതിനെക്കാട്ടി വലിയൊരു ഇത്. കിക്ക് ഫ്രം ഗ്യാങ് ബട്ട് സ്റ്റേ ഹിം വിത്ത് യു ആൻഡ് ടേക്ക് കെയർ. ആ അങ്ങനെ ചെയ്താലോ എന്നാ പിന്നെ നമുക്ക് എന്തായാലും ഇവനെ പുറത്തേക്ക് വിട്ട ഡേഞ്ചറാണ്. ഒരു കാര്യം ചെയ്യാം, MRC ഇവനെ പുറത്താക്കാം. ഇവനെ പുറത്താക്കാം. അല്ല അത് വേറെ വഴിയില്ലടാ. എടാ മാനേജ്മെന്റ് പറയുന്ന കേക്ക്. എടാ മുത്തേ ഞാൻ പറയുന്ന എടാ മോനെ ഞാൻ പറയുന്ന കേക്ക് പറയുന്ന ഇത് എത്ര സമയം നീ ഒരേ ഡയലോഗ് തന്നെ പറയുന്നത്. അവിടെ പോയിരുന്നേ പോയ അങ്ങോട്ട്. ഞാൻ പറയുന്നത് കേക്ക്, പറയുന്നത് കേക്ക്. MRCയിൽ ഇനി നിനക്ക് തുടരാൻ പറ്റൂല. മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇതെല്ലാം നിനക്ക് അറിയുന്നില്ല. നീ എന്ത് മണ്ടത്തര ഈ കരഞ്ഞോണ്ട് പറയുന്നത്. ഓക്കെ നിന്നെ ആ ഇവിടുന്ന് അയക്കുന്നില്ല, നീ ഇവിടെ നിന്നോ. പക്ഷെ ഗ്യാങ്ങിൽ നിനക്ക് ഇനി തുടരാൻ പറ്റൂല. ആ ടീഷർട്ട് തിരിച്ചേൽപ്പിച്ചോ, ബാക്കി കാര്യങ്ങളും തിരിച്ചേൽപ്പിച്ചോ. പേരും ലിസ്റ്റൊന്നും പേരും എന്റെ വെട്ടിക്കളഞ്ഞോ. വേറെ വഴിയില്ല മോനെ. കുറച്ച് ഞാനൊരു കാര്യം പറ്റും, ഒരു 6 മാസത്തേക്ക് സസ്പെൻഷൻ അതെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂടാ. വേറെ വഴിയില്ല. എന്തായാലും എനിക്ക് ഗ്യാങ്ങിൽ നിന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മാറാ എടാ അങ്ങനെ ചെയ്യാം. അതാ നല്ലത്. ഇവനെ പുറത്തേക്ക് വിടുന്ന ഡേഞ്ചറാണ്. അത് ഉറപ്പാ. ഇവനെ പുറത്തേക്ക് വിടുന്ന ഡേഞ്ചറാ. വെയിറ്റ് ലോസ് ഇതും കൊടുക്കാം. ഇവനെ ഡെയിലി ജിമ്മിൽ പോട്ടെ. ഞാൻ പറഞ്ഞ ഡയറ്റും ജിമ്മും ഓക്കെ. ഡെയിലി കമ്പൾസറി ആയിട്ട് രാവിലെ എണീച്ച് ജിമ്മിൽ പോട്ടെ. ഓക്കെ. പിന്നെ കൃത്യസമയത്ത് ഇവന് എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കണം. ഡെയിലി ഇവന് ചെയ്യാനുള്ള ഒരു ഡിസിപ്ലിൻ സാധനം കൊടുക്കണം. ഇവന് ഇങ്ങനെ ജീവിക്കണ്ട. ഇവന്റെ ആ റൂം, ഇവന്റെ ആ തൂറിയ റൂമില്ലേ, ആ റൂമിൽ ഇവനെടുത്ത് പുറത്തിടണം. ഇനി ഇവൻ റൂമിൽ കിടക്കണ്ട. ആ റൂമിൽ ഇവനൊരു റൂമുണ്ട് ഇടാം. തൊഴുത്ത് പശുത്തൊഴുത്തില്ലേ, പശുത്തൊഴുത്ത് പോലത്തെ ഒരു റൂമുണ്ട് ഇവന്.
അതിന്റെ ഉള്ളിലാണ് ഇവന്റെ പരിപാടി. ഇവനില്ലേ എന്റെ റൂമും വേണ്ട, നോക്കിയാ സെൻട്രൽ കിടക്കട്ടെ. എടാ നിന്നെയും കൂടി ബാധിക്കുന്ന കാര്യം ഇവിടെ നടക്കുന്നത്. നീ എന്താ ചെയ്യുന്ന? ആ ശരി, മതി 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 മതി. ആ ഓക്കെ, നിസ്കാരം. യെസ് 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 5 നേരം നിസ്കരിക്കട്ടെ. ഡബ്ല്യു ഡിഷൻ ബ്രോ, ഡബ്ല്യു ഡിഷൻ. അത് കിട്ടില്ല. വേറെ പറ, അടുത്ത പറ. എല്ലാ ദിവസവും രാവിലെ ജിമ്മ്, ഡയറ്റ്, ഇവന്റെ ഈ വാരി വലിച്ചുള്ള തീറ്റ നിർത്തിക്കണം. 5 നേരം നിസ്കരിക്കട്ടെ. പഠിക്കാൻ എന്തെങ്കിലും ഒരു കോഴ്സോ ഇതോ പഠിക്കാനും വിടാം. ഹോം ക്ലീനിങ് എല്ലാം ഓൾറെഡി ഇവിടെ ദാമുണ്ട്. ആ ഹോം ക്ലീനും ചെയ്യട്ടെ. ക്ലീൻ ഓനെ അത്യാവശ്യം ചെയ്യുന്ന, എന്നാലും ഫുൾ ക്ലീനിങ് ഓനെ ഏൽപ്പിക്കും. വേറെ പറ. പഠിക്കാൻ വിടുക. ഒരു കോഴ്സ് പഠിച്ച് പാസ്സാവണം. എന്ത് കോഴ്സ്? അടി ഈ ബുദ്ധി ഇല്ലാത്തവന് എന്ത് കോഴ്സ് പഠിപ്പിക്കും? അവിടെ പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാ എന്ത് ചെയ്യും? അതാണ് ഞാനും ആലോചിക്കുന്നത്. ചാനലിന്റെ പേര് മാറ്റി. ഇനി ശരിക്കും ഇതിൽ ആരും ലൈവ് ചെയ്യാൻ പോകുന്നത്? എന്താ സംഭവം? എന്താ നമ്മളെ പ്ലാൻ? ഇതെന്താ ചെയ്യാൻ പോകുന്നത്? അല്ല, ഇതിന് തിരിച്ചാക്കാൻ കഴിയില്ല മോനെ. ചാനലിന്റെ പേര് ഒരിക്കൽ മാറ്റി കഴിഞ്ഞാൽ പിന്നെ 90 ദിവസത്തേക്ക് പേര് മാറ്റാൻ പറ്റില്ല. മാർജിക ഇതും മാറ്റിയാലോ? ഗ്യാങ്ങിന്റെ എന്തെങ്കിലും ഇത് ബാനർ എടുത്ത് വിടട്ടെ കേട്ടോ. എന്നിട്ട് ആരാ ഇനി ലൈവ് ചെയ്യാൻ പോകുന്നത്? അവൻ തീരുമാനാക്ക. ആരാ ലൈവ് ചെയ്യാൻ പോകുന്നതിന്? നിന്നെ ഇനി ഇല്ല മോനെ, നീ ഇനി വേണ്ട. ഇല്ലടാ, നീ ഇനി നന്നായി ഉറപ്പായി കഴിഞ്ഞിട്ട് നീ തിരിച്ചു കയറിക്കോ. അല്ല ഞാൻ പറയട്ടെ, മോനെ ഞാൻ പറയുന്നത്, നീ നല്ല നടപ്പ് കാണിച്ചാ നിന്നെ തിരിച്ചെടുക്കാം. ഓക്കെ, അതുവരെ നീ ഇങ്ങനെ പോ. വേറെ വഴിയില്ല. ഇതന്നെ നിനക്ക് എത്രയോ സുഖാന്ന് നീ ആലോചിച്ച് നോക്ക്. നിന്നെ പുറത്താക്കാൻ നിന്നെടുത്തുനിന്ന് ഇത്രയും ഇതിലേക്ക് കുറഞ്ഞ് നിന്റെ പണിഷ്മെന്റ്. മനസ്സിലായി? ഇത് നല്ലതാണ് നിനക്ക്. അല്ല, ലൈവിൽ എന്തായാലും ഇനി വേണ്ട, വേണ്ട. ഇനി നല്ല ഇതിലേക്ക് ആയിട്ട് മതി. ഹെയർ കട്ട് മൊട്ട അടിപ്പിച്ചാലോ? ചാറ്റ് എന്തു പറയുന്നത്? അത് ഒരിക്കലും ഇവൻ മറക്കൂല. മൊട്ട അടിപ്പിക്ക, അത് ഇവൻ മറക്കൂല. ഇവനൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സാധനം കൊടുക്കേണ്ടത് അല്ല. മമ്മു അഡ്മിറ്റ്സ് ഹിസ് മിസ്റ്റേക്ക്, ബട്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹിസ് ഫോൾട്ട്. തൊപ്പി ആസ് എ സീനിയർ യു ഷുഡ് ഹാവ് ഗൈഡഡ് ഹിം. ഇറ്റ്സ് ഷെയർഡ് മിസ്റ്റേക്ക്, നോട്ട് ഹിസ് അലോൺ. കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ബ്രോ. അതാ ഞാൻ പറഞ്ഞത്. ഷെയർഡ് മിസ്റ്റേക്കാ. ശരിയാണ്, എല്ലാവരുടെ മിസ്റ്റേക്ക് തന്നെയാണ്. എല്ലാവരും നല്ല എൻ്റെ തന്നെ കൂടുതൽ എൻ്റെ മിസ്റ്റേക്ക്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ബ്രോ. അതിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും പണിഷ്മെന്റ് ഇതെല്ലാം കൊടുക്കുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് ഞാൻ ഇവിടെ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരാളായിപ്പോ. ഇവർ അടുത്തൊരു പരിപാടി ഇതുപോലെ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അത് നടക്കൂല. അതാ ഞാൻ പറയുന്നത്. നോ ഫോൺ കട്ട് ചെയ്താലോ? ഫോൺ വേണ്ട. സെബിച്ച വിളിക്കുന്ന. സെബിച്ച ലൈവാ. ആ ഒരു മിനിറ്റ്. എന്താ? മനസ്സിലായില്ല. അതായത് വരാപ്പുഴ. ഫോറാ? ഞാൻ നാളെ പറഞ്ഞാൽ മതിയോ? നാളെ സെറ്റാക്കാം. ഇല്ലല്ലോ, മറക്കൂല. നിങ്ങ എന്തേലും അറിയുന്നുണ്ടോ? ഇത് മമ്മുവിന്റെ സംഭവം അറിയുന്നുണ്ടോ? മമ്മു പൊളിയല്ലേ എന്നാ? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? എന്നെ എല്ലാരും എനിക്ക് 2 ദിവസം ഇന്നലെ ഇന്നുമായിട്ട് ഫുള്ള് കോള് വരെയെന്ന്. എല്ലാരും വിളിച്ചിട്ട് മമ്മൂന്റെ കേസ് പറയും. ഇവൻ കണ്ട് ഇന്റർവ്യൂ പോയിട്ട് തന്തയില്ലാത്തതിനെ വിളിച്ച് പറഞ്ഞില്ലേ, കുളിച്ചിന് ഒളിഞ്ഞു നോക്കി അത് ഇതൊന്നും പറഞ്ഞിട്ട്. നിങ്ങ മാത്രമേ എന്നെ വിളിക്കാണ്ടുള്ളൂ. ബാക്കി എല്ലാരും വിളിച്ചു, നിങ്ങൾ മാത്രമേ വിളിക്കാണ്ടുള്ളൂ. ഇവൻ പോയി കുളിച്ചിന് ഒളിഞ്ഞു നോക്കി എന്നെല്ലാം പറഞ്ഞ സീനായില്ലേ? ആ ആങ്കർ ആണെങ്കിൽ നല്ലോണം മൂപ്പിച്ചു കൊടുക്കാനോളവിടെ ഇരിക്കുന്നുണ്ട്. ഓളോ ഞാൻ ദേഷ്യം വരുന്നുണ്ടോളോ ആലോചിക്കുമ്പോ. മസ്താനി ഒന്നല്ല, വേറൊരുത്തി. അത് തന്നെ.
അപ്പൊ ശരി, ഞാൻ ലൈവ് ഞാൻ വിളിക്കാം. ഞാൻ നാളെ മറ്റേത് നോക്കിയിട്ട് ഞാൻ ഡീലാക്കി തരാം. ഓക്കെ 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 ശരി, ഓക്കെ ബൈ. അപ്പം ഓൾറെഡി 2-3 എന്താ നമ്മളെന്താ പറഞ്ഞോണ്ടെന്ന് SIR 19 value game. Thanks for the 19.99 Saudi Arabia. I've been trying to call GP number, discuss this issue. I'm calling from Saudi. Don't be harsh to him now. എടാ എന്നെ ആ നമ്പർ GP നമ്പർ വിളിച്ചാൽ കിട്ടൂല. എന്നെ കിട്ടണമെങ്കിൽ വേറെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യണം വീട്ടിലുള്ള. മമ്മുവിനെ വിളിക്കണ്ട, മുനുവോ റാമ്പോ അങ്ങനെ ആരെങ്കിലും. മമ്മൂനെ പ്രോപ്പർ ജീവിതമാണ് മമ്മൂ നയിക്കാൻ പോകുന്നത്. എടാ മോനെ ഇത് നല്ലതാണ്, വേണ്ടാന്ന്, ഇത് നിനക്ക് നല്ലതാ, ഇത് നിന്റെ നല്ലേനാ വേണ്ട. എനിക്ക് മനസ്സിലായില്ല, ഇത് നിന്റെ നല്ലേനാ. എടാ മുത്തേ, നിന്റെ നല്ലേനല്ല നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ എന്തിക്കുന്നേ, ഞാൻ സെറ്റായി ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നാളെ മുതല് മോനെ കുറച്ച് കാലത്തേക്ക് നീ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഓക്കെ, MRG ഗ്യാങ്ങിന്ന് നീ ഔട്ട്. ഓക്കെ, ഗ്യാങ്ങിന്ന് നീ ഔട്ട്. കുറച്ചു കാലം നീ നല്ല ഇത് കാണിച്ചു കഴിഞ്ഞാൽ നിന്നെ തിരിച്ചു കയറ്റാം. ഓക്കെ, വിട്ടോ. ഇന്റർവ്യൂ ഡിലീറ്റ്, ആഡ് ഡിലീറ്റ് ചെയ്യാൻ ഇവരൊന്നും ഡിലീറ്റ് ചെയ്യൂല. ഇമാര് ഡിലീറ്റ് ചെയ്യൂലടാ. ക്ലിപ്പ് മൊത്തം പുറത്തും പോയി. എല്ലാത്തിനും സംഭവം തന്നെ അല്ലേ, നമ്മള് പ്രതീക്ഷിക്കാണ്ടല്ലേ ഇത് നടക്കുന്ന. കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് കോഴ്സാ. ആയിരിക്കും മമ്മൂനാ. അതിന് ആദ്യം മലയാളം അറിയണ്ടേ. മലയാളം പോലും ഇവന് മര്യാദയ്ക്ക് അറിയില്ല. ഇവനാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അയക്കുന്നത്. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ. വെറുതെ വിട്ടു നോക്കാം, പക്ഷെ ഒരിക്കലും ഇവനത് പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ഐഡിയടാ. ഇവന് ബുദ്ധിയില്ലായ്മന്റെ അങ്ങേയറ്റാണ് കാര്യം പറഞ്ഞ, മനസ്സിലായോ? ഡിലീറ്റഡ് വീഡിയോ, ഡിലീറ്റഡ് വെറൈറ്റി വീഡിയോ ഡിലീറ്റ് ചെയ്തോ? സ്ട്രൈക്ക് കിട്ടിയോ? അതിന് ക്ലിപ്പ് മൊത്തം പുറത്തു വേണം. ഇനി ഡിലീറ്റ് ചെയ്താലും ഇല്ലെങ്കിൽ ഒരുപോലെ തന്നെ അല്ലേ. ശരിക്കും അവർ ഡിലീറ്റ് ചെയ്തോ? നോക്കട്ടെ. ഓ ഡിലീറ്റ് ചെയ്തടാ. കൊറേ ആൾക്കാർ ഇതേപോലെ അലിഗേഷൻസ് പറയുന്ന സമയത്ത് വെറൈറ്റി സ്ട്രൈക്ക് അല്ല. സ്ട്രൈക്ക് ആണെങ്കിൽ ഒരു വീഡിയോ പോകും. ഇത് 3 വീഡിയോ. മമ്മൂന്റെ എല്ലാ ഇന്റർവ്യൂവും കളഞ്ഞ് ഫോൺ നോക്കിയ എഡ്യൂക്കേഷൻ ജിമ്മ് അതെല്ലാം നമുക്ക്. അവിടെ നോക്കിയ അവിടെ ഒരു സ്വിച്ചിന്റെ ഫോൺ വാങ്ങണം. ഇവനെ ടച്ച് ഫോണോ ഇതോ കൊടുക്കണ്ട, മനസ്സിലായോ? 24 വന്നോ? കണ്ണൂർ ജയിൽ ഭരിക്കുന്നത് തടവുകാർ. എന്താണെടാ 24 വന്നത്? വെറുതെ ഇല്ലാത്തവന്ന് പറയുന്നേടാ. 24 വന്നിട്ടില്ല. അപ്പൊ വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് വിടുന്ന അവിടെ അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊന്നും ഇവനെ കൊള്ളൂല, മനസ്സിലായോ? അത് നിങ്ങൾ പറയല്ല. എടാ ഇവനെ ഇവിടുന്ന് കൊണ്ടുപോയാ എനക്ക് കാണുമ്പോൾ നമുക്ക് അടിക്കാനാ തോന്നുന്നു. അങ്ങോട്ട് പോ മോനെ. 2 ദിവസം കഴിയട്ടെ. എനക്ക് ഇപ്പൊ നിന്നെ കാണുമ്പോൾ നമുക്ക് അടിക്കാൻ തോന്നുന്നു. അതാ പ്രശ്നം. 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവും. ഓക്കെ, 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവും. അപ്പൊ നീ ഇപ്പൊ പോ എന്റെ മുന്നിന്നോ. റെഡ്യൂസ് ഹിസ് ഫെസിലിറ്റീസ്. അതല്ല, അത്രേ ഉള്ളൂ. ഇവന്റെ ഒരു തൊഴുത്തു പോകാത്ത റൂമുണ്ട്. ഇവനൊരു റൂം വേണ്ട. ഞാൻ പറയുന്നത് ഇവൻ സെൻട്രൽ കിടക്കട്ടെ, എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോട്ടെ, ഡയറ്റ് പ്ലാൻ ഇതാക്കട്ടെ, 5 നേരം നിസ്കരിക്കട്ടെ, പഠിക്കാൻ പോട്ടെ, എല്ലാം ചെയ്യട്ടെ. അപ്പോൾ ഇവൻ നന്നായിക്കോളും. ഓക്കെ, ഒരുത്തനെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, 1 മില്യൺ. എടാ 1 മില്യൺ അടിച്ചിട്ട് സെലിബ്രേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായാലടാ. അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്താലോ, പോയി കേക്കാറ്റം മേടിച്ചാലോ? ഇതങ്ങനെ കറക്റ്റ് ഇന്നത്തെ ദിവസം തന്നെ 1 മില്യൺ അടിച്ചത് നമ്മള്. കറക്റ്റ് 995K ആയപ്പോഴത്തേക്ക് തന്നെ ഇങ്ങനത്തെ ഒരു ഇത് വന്ന് വീണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ.
അപ്പം ഇനി മുതൽ ലൈവില് മമ്മു എടാ പോയാട്ടെ, എടാ നീ അപ്പുറത്തേക്ക് പോ, ഇവനെ എടാ ഒന്ന് കൊണ്ടുപോ, ഇതിനെ കൊണ്ടുപോ. ഓവറാക്കല്ല മോനെ, പോയിട്ട് ആടെ ഇരിക്കും. നിന്നെ ഞാൻ പുറത്താക്കിയിട്ടൊന്നുമില്ലല്ലോ, നീ ഇങ്ങനെ ഓവർ കളിക്കല്ലേ, നിന്റെ ആക്ടിങ് ഒന്നും ഇവിടെ എടുക്കല്ല, മനസ്സിലാ? നിന്നെ പുറത്താക്കിയിട്ടൊന്നുമില്ലല്ലോ. കുറച്ച് കാര്യങ്ങൾ നിനക്ക് നാളെ മുതൽ തരും, അത് കൃത്യമായിട്ട് ചെയ്യുക. ഒരു കാര്യങ്ങൾ തെറ്റിച്ചാൽ ഞാൻ നേരെ അയക്കും ബോർഡിങ്ങിലേക്ക്, വേറെ ഒരു വർത്താനവും ഇല്ല. ഓക്കെ, കൊണ്ടുപോ മുനോ കൊണ്ടുപോ. ഹെയർ കട്ട് ലൈവ് എന്ന് പറഞ്ഞിട്ട് മൊട്ട അടിപ്പിക്കണോ? ബോഡി ബിൽഡർ ഇവനാ ഈ വീപ്പക്കുറ്റി ടാങ്കറിൽ പറയാ നടന്ന് തന്നെ. Don't forget your mistakes that you have done worse than he did. He gives some space, make him realize his own mistake. If this is I don't think making him alone is a great way. ശരിയാണ്, ഞാൻ ഇരുമ്പല്ല തെറ്റുകൾ ചെയ്തിനാ ഞാൻ അങ്ങനെ ഈ പെണ്ണുങ്ങളെ ഇതാക്കിയിട്ട് ഇങ്ങനത്തെ കേസ് എനിക്ക് ഇല്ലടാ. എൻ്റെ മൊത്തം ഈ ബളിക്കേസും അങ്ങനത്തെ എല്ലാം കേസാണ്, മനസ്സിലായോ? എൻ്റെ കോൺട്രവേഴ്സികളൊന്നും ഇങ്ങനെയല്ല. ഇങ്ങനത്തെ ഇത് ഞാൻ പിടിക്കൂല മോനെ, ഇങ്ങനത്തെ കേസ് ഞാൻ പിടിക്കൂല, മനസ്സിലാവും? പിന്നെ കാരണം പണ്ട് ശരിയാ, ഞാൻ പണ്ട് കുറെ ചെയ്തിന്, അതാണ് ഞാൻ പിന്നെ കുറച്ചെങ്കിലും ഇവനോട് ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നത്, മനസ്സിലായോ? നമ്മളെല്ലാം അങ്ങനത്തെ പരിപാടിയാണ്. നീ അതിന് മാറാൻ എന്തുണ്ട്? നീ പണ്ടും ഇങ്ങനത്തെ അല്ലടാ മാറി. നീ ഒറ്റൊരുത്തൻ കാരണം ഇത് മൊത്തം ഉണ്ടായത്. നിന്നെ ഞാൻ കുറ്റം പറയാം, മനസ്സിലായോ? നീ ഒറ്റൊരുത്തനാണ്, ഓന് ബുദ്ധിയില്ല, ഓന് ഐഡിയാണ്. പക്ഷെ നീ അങ്ങനെയല്ല, എനിക്ക് ബുദ്ധിയുണ്ട്. എന്നിട്ട് നീ ആടെ ഇരുന്ന് കേട്ട് ഇന്റർവ്യൂ എടുക്കുമ്പോൾ കറക്റ്റ് സമയത്ത് ഞാൻ പുറത്തായി പോയടാ. മാസ് റിപ്പോർട്ട് ഓൾ വീഡിയോസ് ഇറ്റ് വിൽ ബി ഡിലീറ്റഡ് എൻജോയ്. ഓ മാസ് റിപ്പോർട്ടാണോ അത്? മാസ് റിപ്പോർട്ടിലാണ് ഇത് പോയത്, വീഡിയോ പോയത്. ഇവിടെ എല്ലാവരും ഒരുമിച്ച് പോയി റിപ്പോർട്ട് ചെയ്തതാ ലൈവില്? ആണോ? അങ്ങനെ പോയതാ വീഡിയോ? When he back with the 6-pack, rejoin him to the gang. Okay, 6-pack വരെ തിരിച്ചു വരട്ടെ. അങ്ങനെയാണെങ്കിൽ അപ്പൊ 10 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു കയറ്റുണ്ടോ? 6-pack വരെ തിരിച്ചു വന്ന ഗാങ്ങിലേക്ക് തിരിച്ചു കൊടുക്കാം. നിസ്കാരം കൊള്ളത്തില്ല, കട്ട് ഹെയർ എന്നാ. എടാ നിസ്കാരം കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ കാര്യമുണ്ട് മോനെ. നിസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡിസിപ്ലിൻ വരും, അങ്ങനെ ഒരു സംഭവം. നിസ്കാരത്തിൽ വിശ്വാസത്തിൻ്റെ എല്ലാം അവിടെ നിൽക്കട്ടെ, അത് വേറെ കാര്യം. പക്ഷെ നിസ്കാരം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഡിസിപ്ലിൻ ഇതാക്കുന്ന കാര്യമാണോ? അത് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒന്നല്ല. നിസ്കരിക്കുമ്പോൾ അത് വേറെ ഒരു ഇതാണ്, അത് വേറെ സംഭവം. നമ്മൾ എന്തെല്ലാം കുറ്റം പറയുകയാണെങ്കിൽ ഉസ്താമാരെയും ദർശനിയും നിസ്കാരത്തിനെല്ലാം അത്ര കുറ്റം പറഞ്ഞാലും ഇതിലെല്ലാം കുറച്ച് കാര്യമുണ്ട്, മനസ്സിലാവും? ഇതെല്ലാം മമ്മൂന് തീരെ പക്വതയില്ല, അവനെ പുറത്താക്കൂ. SV വ്ളോഗ് അറിയുന്നുണ്ട്, അവനെ പുറത്താക്കിയ പോലെ തന്നെയാണ് ഉള്ളത്. അവനെ പുറത്താക്കി, പിന്നെ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഗ്യാങ് എന്തായാലും ഇവനെ ഔട്ടാ. ഓക്കെ, എനിക്ക് ഗ്യാങ് പരിപാടികൾക്ക് മമ്മു ഇല്ല കുറച്ചു കാലത്തേക്ക്, നന്നാവുന്ന വരെ. 24 and റിപ്പോർട്ട് ഇൻസ്റ്റാ റീലുണ്ട്. ഓക്കെ, നോക്കാം. മതി ബ്രോ. ഇന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാവരും ഇത് ഇട്ട് ആഘോഷിക്കാൻ ഒന്നാമത്തെ കാര്യം. ആ കാര്യം പറയാല, ഇന്ന് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് അടുത്ത ബാക്കി ലൈവ് ചെയ്യാനും ഇവിടെ കോമഡി കാണിക്കാനും എൻ്റർടൈൻമെൻറ്റ് എല്ലാ ദിവസത്തെയും പോലെ ഇവിടെ പാട്ടും വെച്ച് ഡാൻസും കളിച്ച് വീഡിയോ റിയാക്ട് ചെയ്ത് ഗെയിമും കളിച്ച് പോകാനുള്ള അങ്ങനത്തെ ഒരു മൈൻഡല്ല ഇന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാനും നിങ്ങളെയും കൂടെ അഭിപ്രായം ചോദിക്കാനും കൂടിയാണ് ഇവിടെ വന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് പറ, പറ. എന്തായാലും ഒരു മ്യൂസിക്കൽ മറ്റേ ഇതുപോലത്തെ എന്തായാലും പറയാം കോമാളിത്തരങ്ങളോ ഇതും ഇന്നില്ല. ഓക്കെ, അത് പ്രതീക്ഷിക്കണ്ട ഇന്നാരും. ഇന്ന് ലൈവ് നിർത്തിയാണ്. അപ്പം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറ. 1 more ചാൻസ് ഇല്ലടാ, ചാൻസ് എന്തായാലും ഇല്ല. എടാ ഇത് തന്നെ ഒരു ചാൻസാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ പുറത്ത് കൊണ്ടുപോയി പുറത്താക്കേണ്ട സ്ഥാനത്ത് പുറത്താക്കാണ്ട്, മീൻസ് വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി ബോർഡിങ് കൊണ്ടാക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ഇങ്ങനെയെങ്കിലും ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട്. ഇതൊരു ചാൻസ് ആയിട്ട് കണക്കാക്കിയാൽ മതി. ഗ്യാങ്ങിൽ നിന്ന് ഔട്ടായെങ്കിലും MRC ഔട്ടായെങ്കിലും ഇവനിവിടെ നന്നാവാൻ നമ്മളൊരു ചാൻസ് കൊടുക്കുകയാണ്, മനസ്സിലാവും? അത് നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലും പറ. സാലറി കട്ട്, അത് മെയിൻ ഞാൻ പറയാൻ മറന്നുപോയി. ഇവരിവിടെ ഒരു ജോലി ഇവിടെ ചെയ്യുന്നത്, ഇവന്റെ സാലറി കട്ടാണ്. ഓക്കെ,
ഇവൻ എന്തായാലും എൻ്റെ സാലറി കട്ടെ, എൻ്റെ സാലറി ഇല്ല. ഇനി ഇവൻ്റെ വീട്ടിലേക്കുള്ളത് ഞാൻ വേണമെങ്കിൽ വീട്ടിലേക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കാം. അത് ഞാൻ ചോദിച്ചിട്ട് അത് ഞാൻ നോക്കി ചെയ്തോളാം. ഞാൻ കോൾ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നോക്കി ചെയ്തോളാം. ഓക്കെ, ഇവൻ്റെ കയ്യിലേക്ക് 10ൻ്റെ പൈസ ഞാൻ കൊടുക്കൂല. 10ൻ്റെ പൈസ ഞാൻ കൊടുക്കൂല. അത് ഞാൻ പറയാറാം. ഇവൻ്റെ പരിപാടി, ഇവൻ്റെ കയ്യിൽ ഒരു 10 പൈസ ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, അത് ഞാൻ എടുത്ത തീരുമാനം. ബ്രോ അവനൊരു ഫാദർ ഫിഗറാണ്, സോ ഗൈഡ് ആസ് എ ഫാദർ. അതന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അല്ലെങ്കിൽ ഞാൻ പണ്ട് എൻ്റെ ഉപ്പ എന്നോട് ചെയ്ത പോലെ ഞാൻ എന്തെങ്കിലും ചെയ്തപ്പോൾ അപ്പം തന്നെ എന്നെ പിടിച്ച് പുറത്താക്കി, അല്ലെങ്കിൽ എന്നോട് ഒരിക്കലും ഞാനുമായിട്ടുള്ള ബന്ധം മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെല്ലാം സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അത്രയും മുമ്പേ ചെയ്താണ് ജീവിച്ചത്. ഓക്കെ, അങ്ങനെ ഇവനാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. മനസ്സിലായോ? ഓനെ എടുത്ത് പുറത്തിടുന്ന അല്ലെങ്കിൽ ഓനുമായിട്ടുള്ള ബന്ധം ഇതാക്കുന്നില്ലല്ലോ. ഞാൻ മാക്സിമം ഓനെ നന്നാകാൻ വേണ്ടി ട്രൈ ചെയ്യാൻ. ഓക്കെ, അപ്പം അങ്ങനെ ഇതാക്കല്ല ബ്രോ. അവനെ ഒരു ദിവസം ഓർഫനേജിൽ കൊണ്ടുപോയി കാണിക്കുക, അവിടുത്തെ ജീവിതം ഒന്ന് മനസ്സിലാക്കട്ടെ. ഓർഫനേജിലുണ്ട് അവിടെ. നിങ്ങൾ ഓവറാക്കല്ല, അങ്ങനെയൊന്നും വേണ്ട. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യിപ്പിക്കുക. ഇവനെ ഞാൻ നന്നാക്കിക്കോളാം. ഓക്കെ, ഇവനെ ഞാൻ നന്നാക്കും. അതുപോലെ കോൾ ആങ്കറിനെ വിളിക്കണം. നിങ്ങൾക്ക് ആങ്കറിന് എന്താ പറയാനുള്ളത് നോക്കാം നമുക്ക്. അങ്ങോട്ട് ഒന്ന് കേൾക്കാമല്ലോ നമുക്ക്. എടുക്കൂല, എന്തായാലും എടുക്കൂല. അപ്പം അത്രേ ഉള്ളൂ ചാറ്റ്. ഇന്നത്തെ ലൈവിൽ അങ്ങനത്തെ ബാക്കി കോമാളിത്തരങ്ങളോ ഡാൻസ് പാട്ട് ഒരു പരിപാടിയും ഇല്ല. നമുക്ക് കുറേ ക്ലിപ്സ് എല്ലാം ഡിസ്കോഡിൽ റിയാക്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. എല്ലാം റിയാക്ട് ചെയ്യണം. എന്തായാലും അടുത്ത ലൈവിൽ വന്നിട്ട് ഞാൻ ബാക്കി പണിയെല്ലാം തീർക്കാം. ഇന്നെന്തായാലും ഇങ്ങനൊരു ദിവസമായിപ്പോയി. 1 മില്യൺ സെലിബ്രേഷനുള്ളൊരു ദിവസം കൂടി അല്ലാതെ ഇത്. അതാണ് പ്രശ്നം. ഓക്കെ, അത്ര ഇതായിപ്പോയാലേ, അത്രയും താഴേക്ക് പോയിപ്പോയാടാ. കാര്യം പറയല. പ്ലീസ് ബി ഓക്കെ മമ്മു. Please be okay, Mamo. We can't see you crying. You should be strong. You are our hero. You are our hero. You will be back with full power. You are always in our heart. അവൻ വെറുതെ കോമഡിക്ക് പറഞ്ഞാണ്. ഇതിലും വലുത് കുറേ എണ്ണം പറഞ്ഞിട്ടെല്ലാം ഉണ്ട്. ഞാൻ കോമഡിക്ക് പറയുന്നല്ല. ഇതെങ്കിലും ഇങ്ങനൊരു ഡോസെങ്കിലും അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ മനസ്സിലായി. ഇങ്ങനൊരു ഡോസെങ്കിലും അവന് കൊടുത്തിട്ടില്ലെങ്കിൽ അവന് ഒരിക്കലും നന്നാവില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കൊടുത്തത്. ഓക്കെ, അപ്പം എന്തായാലും ഗുഡ് നൈറ്റ് ഗൈസ്. നാളെ വരാം. നാളെ രാത്രി എന്തായാലും നാളെ ലൈവ് ചെയ്യാമല്ലേ? എന്നാ നാളെ ലൈവ് ചെയ്യാം അല്ലേ? നാളെ ചെയ്യുന്നോ? നാളെ ലൈവ് ചെയ്യാം. നാളെ എന്താ പരിപാടി ഒന്നും നമ്മളെ മറന്നല്ലോ. നാളെ രാത്രി എന്തായാലും ലൈവ് ചെയ്യാം. ഓക്കെ, ഇന്നെന്തായാലും ഇനി ഒന്നും ചെയ്യാനുള്ള ഇതിലല്ല. ഓക്കെ, അപ്പം നാളെ വരാം ഗൈസ്.